CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലൂക്കാസിൽ മാത്രം. ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃക്കടീരി പരപ്പനക്കുഴി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനു നേരെ ആക്രമണം നടന്നതായി പരാതി. CPIM SDPI കൂട്ടുകെട്ടാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച. കുഴിമണ്ണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ച ചോദ്യപേപ്പറുകളാണ് നഷ്ടപ്പെട്ടത്. ഇതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ നഗരസഭയിൽ B ടീം ലീഗിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി ചേരിയിൽ മമ്മി. ലീഗിൽ നിന്നും പുറത്താക്കിയ പച്ചേരി ഫാറൂഖിന്റെ നേതൃത്വത്തിലാണ് B ടീം ഇത്തവണ രംഗത്ത് വന്നതെന്നും മുനിസിപ്പൽ സെക്രട്ടറി. കുതിരപ്പുറത്തു കയറി വാർഡ് ചുറ്റി ആഹ്ലാദ പ്രകടനവും വോട്ടർമാരോട് നന്ദി പറയലും. എലിയപ്പറ്റയിൽ നഗരസഭ മുൻ വൈസ് ചെയർമാൻ KK അസീസിനെ തോൽപ്പിച്ച പടിഞ്ഞാറേക്കര നൌഷാദാണ് തന്റെ വാർഡിൽ സഹപ്രവർത്തകരോടൊപ്പം കുതിരപ്പുറത്ത് കയറി ആഹ്ലാദം തന്റെ വോട്ടർമാരുമായി പങ്കുവച്ചത്. നാട്ടുകാരുടെ വിജയമാണ്, നന്മയുടെ വിജയമാണ്, നേരിന്റെ വിജയമാണ്, നിങ്ങൾ തന്നെ വിജയമാണ്. കടന്നു വരുന്ന ചരിത്രം വഴിമാറും. എലിയപ്പറ്റയിൽ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ KK അസീസിനെ തോൽപ്പിച്ച പടിഞ്ഞാറേക്കര നൌഷാദാണ് തന്റെ വാർഡിൽ സഹപ്രവർത്തകരോടൊപ്പം കുതിരപ്പുറത്തു കയറി ആഹ്ലാദം തന്റെ വോട്ടർമാരുമായി പങ്കുവച്ചത്. ഒപ്പം തന്നെ വിജയിപ്പിച്ച വോട്ടർമാരോട് നന്ദി പറയുകയും വാർഡിലെ എന്തു പ്രശ്നങ്ങളും നേരിട്ട് പറയാമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ കുത്തക വാർഡിലാണ് മുസ്ലിം ലീഗുകാരൻ കൂടിയായിരുന്ന നൌഷാദ് അസീസിനെതിരെ മത്സരിച്ച് വിജയിച്ച് ചരിത്രം കുറിച്ചത്. MSF യൂത്ത് ലീഗ് KMCC പ്രവർത്തകനായിരുന്ന നൌഷാദ് മുസ്ലിം ലീഗ് വിട്ടുവന്നാണ് LDF പിന്തുണയോടെ അസീസിനെതിരെ മത്സരിച്ചത്. നൌഷാദിന്റെ യാത്ര കാണാൻ സ്ത്രീകളടക്കം ധാരാളം പേർ ഒത്തുകൂടി. CCN ചെർപ്പുളശ്ശേരി. തൃക്കടീരി പരപ്പനംകുഴി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടന്നതായി പരാതി. CPIM SDPI കൂട്ടുകെട്ടാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. തൃക്കടീരി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പരപ്പനക്കുഴി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് സംഭവം. ക്ഷേത്രത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ എത്തുകയും ക്ഷേത്രത്തിലുണ്ടായിരുന്ന 2 പേരെ കയ്യേറ്റം ചെയ്യുകയും തുടർന്ന് ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു. കുറേ പേര് വന്നിട്ട് വടിയും സാധനവും കൊണ്ട് വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ഓട് കാവടി ഉണ്ടായിരുന്നത് വിളക്കെല്ലാം തട്ടി മറിച്ചു. അപ്പോൾ അത് തടുക്കാൻ ചെന്നപ്പോൾ അവർ കയ്യിലടിച്ചു, അവരെ കാലിന് ഇങ്ങനെ സംഭവിച്ചത്. കുറേ പേര് താഴെ ഉണ്ടായിരുന്നു, അവരോട് കല്ലെടുത്തെറിയ ചെയ്തത്. അതിൽ കുറേ ആളുകൾക്ക് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ അവരൊക്കെ തട്ടിയിട്ടുണ്ട്. ഇത് ഏട്ടന് ഇവിടെ BJPയുടെ ഉത്തരവാദിത്തമുണ്ട്. മൂപ്പരുടെ പേര് സംബോധന RSSനെ ഇതിനൊക്കെ തെറി വിളിച്ചുകൊണ്ടാണ്. സംഭവ സ്ഥലത്ത് 3 ബൈക്കുകളും കത്തിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ 11 പേർക്കെതിരെ കേസെടുത്തതായും പോലീസ് അറിയിച്ചു. ഇവിടെ ശക്തമായ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. CCN ചെർപ്പുളശ്ശേരി. ആക്രമണം നടന്ന തൃക്കടീരിയിലെ പരപ്പനംകുഴിയിലെ ക്ഷേത്രം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല സന്ദർശിച്ചു. ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്ന് ഇവർ ആരോപിച്ചു. BJP നേതാക്കളും ക്ഷേത്രം സന്ദർശിച്ചു. രാവിലെ 11 മണിയോടെയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ആക്രമണ സംഭവങ്ങൾ നടന്ന തൃക്കടീരി പരപ്പനക്കുഴി ക്ഷേത്രം സന്ദർശിച്ചത്. SDPI പ്രവർത്തകരുടെ പിന്തുണയോടെയാണ് ഇവിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയതെന്നും സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ CPIM നടത്തിയതെന്നും KP ശശികല പ്രതികരിച്ചു. ഈ പ്രതികളിലെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് SDPIയുടെ പ്രതികളെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇതൊരു നല്ല സൂചനയല്ല. ഇതിന് സമൂഹത്തിലൊരു വർഗീയ കലാപം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്.
രാഷ്ട്രീയമായ ജയപരാജയങ്ങളെയൊന്നും ഇവിടെ വിലയിരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കില്ല. അതിൽ കക്ഷി ചേരാനും ഞങ്ങളാരും താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഒരു ജയിച്ചതിൻ്റെ ഹുങ്ക് ആരാധനാലയങ്ങളോട് കാണിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനും സമൂഹത്തെ ഒരു വഴക്കിലേക്ക് പോകാനാണ്. ഇത് ഒഴിവാക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനാണ്. CPM-ന്റെ വെറും അടിമകളായിട്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ, CPM-ന്റെ കൂട്ടിലിട്ട പട്ടിയെ പോലെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കും. ഇത് നല്ല രീതിയിൽ പരിഹരിക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആഗ്രഹിക്കുന്നത്. ഒരു വർഗീയ ലഹള ഉണ്ടാക്കാനുള്ള ശ്രമമാണ് SDPI പിന്തുണയോടെ CPIM തൃക്കടീരിയിൽ നടത്തുന്നതെന്നും തുടർന്ന് സ്ഥലം സന്ദർശിച്ച BJP ജില്ലാ പ്രസിഡന്റ് കൃഷ്ണദാസ് പറഞ്ഞു. ഒരു വർഗീയ ലഹള തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഈ പറയുന്ന CPM-ന്റെ നേതൃത്വത്തിൽ SDPIയുടെ പ്രവർത്തകർ വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പോലീസ് കർശനമായ നടപടി എടുക്കാത്ത പക്ഷം സ്വാഭാവികമായിട്ടും ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥ വരും. BJP മണ്ഡലം ജില്ലാ ഭാരവാഹികളും യുവമോർച്ച ഭാരവാഹികളും ക്ഷേത്രം സന്ദർശിച്ചു. CCN ചെർപ്പുളശ്ശേരി. തൃക്കടീരി പരപ്പനക്കുഴി ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം അപലപനീയമെന്ന് CPIM. പഞ്ചായത്തിൽ വർഗീയ അജണ്ട നടപ്പാക്കുകയാണ് ഇതിലൂടെ RSS ലക്ഷ്യമിടുന്നതെന്നും CPIM ലോക്കൽ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസെടുത്തെന്ന് CPIM ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി KB സുഭാഷും പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ സ്വാഭാവികമായും ഉണ്ടായ ആഹ്ലാദ പ്രകടനത്തിനിടെ RSS പ്രവർത്തകർ ആക്രമണം നടത്തുകയാണ് ഉണ്ടായതെന്നും ലോക്കൽ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ആക്രമണ സംഭവങ്ങൾ സ്വയം സൃഷ്ടിച്ച് അത് വർഗീയമായി ചിത്രീകരിച്ച് തെരഞ്ഞെടുപ്പിലുള്ള പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് BJP നടത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. തീർത്തും നീചമായിട്ടുള്ളതാണ്, അപലപനീയമായിട്ടാണ്. ഇതിനെ വേറൊരു ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു മുസ്ലിം ആക്രമിച്ചു, അതായത് നമ്മുടെ പാർട്ടിയുടെ കൂടെയുള്ള 6 ഗുണ്ടകൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം അത് വലിയ ഉപദേശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഈ സത്യാവസ്ഥ നിങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കണം. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ഒരാളും കല്ലും കൊണ്ടുപോയിട്ടില്ല, ഒരു കല്ലും കൊണ്ടുപോയിട്ടില്ല. പ്രകടനം നടത്തുമ്പോൾ എല്ലാവരും പ്രകടനത്തിൽ 2-3 കുട്ടികൾ ബൈക്കിലുണ്ടായിരുന്നു. അവരുടെ ബൈക്ക് അവർക്ക് തിരിച്ച് പെട്ടെന്ന് വളരെ വിചാരിതായിട്ടുള്ള കല്ലുകൾ വന്നപ്പോൾ അവിടെ ഇട്ട് പോരേണ്ടി വന്നു. അതാണിപ്പോൾ കത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒരാൾ പോലും ആ ഒരു കാര്യത്തിനും നിൽക്കുന്നവരല്ല. അത് അവർക്ക് കാര്യമായിട്ട് പോകണം. അപ്പോൾ ഇതിന് മാറ്റുകൂട്ടാൻ ഇതിനെ നേരെ ചെയ്തത് ഞങ്ങൾക്ക് ആണ് കേസ് കൊടുക്കേണ്ടത്. ഞങ്ങൾ കല്ലെറിഞ്ഞു, അതുപോലെ തന്നെ അവർക്ക് പറ്റിയിട്ട് കൊടുക്കേണ്ടത്. അതിന് പകരം ഞങ്ങളങ്ങനെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞാൽ കേസിൻ്റെ ഗൗരവം ഉണ്ടാക്കാനാണ്. അപ്പോൾ കൃത്യമായിട്ട് അന്വേഷിച്ച് പോലീസ് നടപടി എടുക്കണമെന്ന് പോലീസിനോടും പറയാൻ പോവുകയാണ്. അതല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ പറയുന്നതാണ്. RSS ആണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്ന CPIM-മായി SDPI ബന്ധം ആരോപിക്കുന്നത് ഗൂഢലക്ഷ്യങ്ങൾ കൊണ്ടാണെന്നും തുടർന്ന് പ്രതികരിച്ച CPIM ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി KB സുഭാഷ് പറഞ്ഞു. ഇവിടെ RSS-ന്റെ ഹിന്ദു തീവ്രവാദത്തിനും SDPI-യുടെ മുസ്ലിം തീവ്രവാദത്തിനും എതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് SDPI-യുടെ പ്രവർത്തകരെ കൂട്ടി ക്ഷേത്രം ആക്രമിക്കാൻ CPM നേതൃത്വം കൊടുത്തു എന്ന രീതിയിലുള്ള RSS-ന്റെ പ്രചരണം നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യരും വിശ്വസിക്കില്ല എന്ന കാര്യം ഞങ്ങൾ ഉറപ്പാണ്. ഇവിടെ സംഭവിച്ചത് ഈ ആക്രമണം യഥാർത്ഥത്തിൽ RSS-കാർ തന്നെ നടത്തിയതാണ്. അവർ ഈ ക്ഷേത്രം ആക്രമിച്ച് നശിപ്പിക്കുകയും ഇത് CPM-ൻ്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന RSS-ൻ്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഒക്കെ നേതൃത്വത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ആക്രമണത്തിൽ CPIM പ്രവർത്തകരുടെ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കിയിട്ടുണ്ടെന്നും CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തത് RSS-ന്റെ ഗൂഢാലോചനയുടെ ഫലമാണെന്നും ഇതിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തുമെന്നും KB സുഭാഷ് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ സംഭവം നടന്ന പ്രദേശത്ത് 3 മോട്ടോർ സൈക്കിളുകൾ കത്തിച്ചിട്ടു. ഇത് RSS-കാരാണ് ഇത്തരത്തിലുള്ള രീതി എല്ലാ കാലത്തും സ്വീകരിക്കാറ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനപൂർണ്ണമായ ജീവിതത്തിന് ഭംഗം വരുന്ന യാതൊരു നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല.
ഇവിടെ ഇപ്പോൾ പോലീസ് കേസെടുത്ത് ചില ആളുകൾ അറസ്റ്റിലാണ്, ചിലർ റിമാൻഡിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു കള്ളക്കേസാണ്. RSSൻ്റെ നേതൃത്വത്തിൻ്റെ ഗൂഢാലോചനയുടെ ഫലമായി ഉടലെടുത്ത ഒരു കള്ളക്കേസാണ്. തീർച്ചയായും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. നിയമപരമായ പോരാട്ടത്തിലൂടെ ഈ നിരപരാധികളായ സഖാക്കളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ നടപടി CPM അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ CCN ചെർപ്പുളശ്ശേരി. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള നദുവത്തിൽ മുജാഹിദ്ദീൻ എടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റി. തുടർന്ന് നടന്ന പൊതുയോഗം ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫുക്കാർ അലി ഉദ്ഘാടനം ചെയ്തു. വട്ടവണ്ണപ്പുറത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കോട്ടപ്പള്ള സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫുക്കർ അലി ഉദ്ഘാടനം ചെയ്തു. ജനസംഖ്യയുടെ 70%, ഏതാണ്ട് 90ഓളം കോടി ജനത കർഷകരാണ്. ഇന്ത്യ എത്രത്തോളം പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാലും ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗം കൃഷിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കൃഷി എന്ന് പറയുന്ന സാമ്പത്തിക അടിത്തറയുടെ ഭാഗമായിട്ടുള്ള ഒരു മേഖലയെ തൊടുന്ന ഒരു നിയമം വരുന്നുവെങ്കിൽ ആ നിയമത്തെ കൂടുതൽ ചർച്ച ചെയ്യണ്ടേ? അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. KNM മണ്ഡലം പ്രസിഡന്റ് ഹംസ പാറോക്കോട്ട് അധ്യക്ഷനായി. കർഷക സംഘടനാ നേതാക്കളായ TK മുഹമ്മദ്, ഹംസ കള്ളിവളപ്പിൽ, ജോൺ കൈതമറ്റം, ഏനു പള്ളിപ്പറ്റ, AM സക്കീർ, റഷീദ് ചതുരാല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN ചെത്തല്ലൂർ. പാലക്കാട് ജില്ലാ ട്രോമ കെയർ 1ാംഘട്ട വോളണ്ടിയർ പരിശീലനം നടത്തി. കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം CI ബിനീഷ് നിർവഹിച്ചു. അപകട ദുരന്ത മുഖങ്ങളിൽ പകച്ചു നിൽക്കാതെ അടിയന്തരമായി എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഇടപെടാം എന്നതിനെക്കുറിച്ചുമായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത്. ലോക്ഡൌണിന് ശേഷം ആദ്യമായാണ് ജില്ലാ ട്രോമ കെയർ സൊസൈറ്റി പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കരിമ്പുഴ പഞ്ചായത്ത് ഹാളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം CI ബിനീഷ് നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ ഷമീർ പട്ടാമ്പി അധ്യക്ഷനായി. ജില്ലാ കോർഡിനേറ്റർ അഷ്റഫ് മാളിക്കുന്ന് സ്വാഗതം പറഞ്ഞു. റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഒറ്റപ്പാലം SRTO സന്തോഷ് ക്ലാസ് എടുത്തു. അപകടമുഖങ്ങളിൽ നടത്തേണ്ട പ്രാഥമിക ശുശ്രൂഷ പരിശീലന ക്ലാസ് ജില്ലാ ട്രോമ കെയർ ഫസ്റ്റ് എയ്ഡ് ട്രെയിനർ ജംഷീദ് CT നയിച്ചു. കോവിഡ് കാലത്തെ മാതൃകാപരമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുടുംബത്തിന് കിണർ കുഴിച്ചു കൊടുക്കുകയും മറ്റു യൂണിറ്റുകൾക്ക് മാതൃകയായ ശ്രീകൃഷ്ണപുരം യൂണിറ്റിനെയും ഇരുമ്പുതകിട് തൊണ്ടയിൽ കുടുങ്ങി ജീവൻ അപകടത്തിലായ കുഞ്ഞിനെ ട്രോമ കെയർ പരിശീലന ക്ലാസ്സിൽ നിന്ന് നേടിയ അറിവനുസരിച്ച് രക്ഷപ്പെടുത്തിയ ട്രോമ കെയർ വോളണ്ടിയർ V സുബ്രഹ്മണ്യനെയും ജില്ലാ ട്രോമ കെയർ ചടങ്ങിൽ ആദരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ പേർ ക്ലാസുകളിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ട്രോമ കെയർ യൂണിറ്റ് കോർഡിനേറ്റർ ശങ്കരനാരായണൻ നന്ദി പറഞ്ഞു. CCN ചെത്തല്ലൂർ. തച്ചനാട്ടുകരയിൽ UDF മെമ്പർമാരുടെ സംഗമം നടന്നു. ആകെയുള്ള 16 സീറ്റിൽ 11ഉം UDF വിജയിച്ചു. കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റിനേക്കാൾ 2 സീറ്റ് ഇത്തവണ കൂടുതൽ ലഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. ആകെയുള്ള 16 സീറ്റിൽ 11ൽ UDF ആണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റിനേക്കാൾ 2 സീറ്റ് ഇത്തവണ കൂടുതൽ ലഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. കോൺഗ്രസ് ലീഗ് ധാരണ പ്രകാരം 10 സീറ്റിൽ ലീഗും 6 സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിച്ചത്. 9 സീറ്റിൽ ലീഗും 2 സീറ്റിൽ കോൺഗ്രസും വിജയിച്ചു. ലീഗിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. വൈസ് പ്രസിഡന്റ് കോൺഗ്രസിനാണ് ലഭിക്കുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവരുന്നതേയുള്ളൂവെന്നും ഭാരവാഹികൾ പറഞ്ഞു. 11 വാർഡുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 2 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെയും 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും വിജയിപ്പിക്കാൻ തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞു. ഏതായാലും ജനങ്ങൾ അർപ്പിച്ച ഈ ഉത്തരവാദിത്വം തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി നിറവേറ്റും. ഈ മെമ്പർമാരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ സമയത്തും എല്ലാവിധ പിന്തുണയും തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി നൽകും. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് തച്ചനാട്ടുകര ഡിവിഷൻ KP ബുഷ്ര, ചെത്തല്ലൂർ ബ്ലോക്ക് ഡിവിഷൻ മഞ്ചാടിക്കൽ തങ്കം, തെരഞ്ഞെടുക്കപ്പെട്ട വാർഡംഗങ്ങളായ ആറ്റ BV, ബിന്ദു കൊങ്ങത്ത്, MC രമേശ്, CP സുബർ, ബീന, MC രമണി, KP ഇല്യാസ്, KPM സലീം,
മൻസൂർ അലി, PT സഫിയ, പാർവതി എന്നിവരുടെ വാർഡും പേരും സ്വയം പരിചയപ്പെടുത്തി സംസാരിക്കുകയും ഉണ്ടായി. CCN ചെത്തലൂർ. കടമ്പഴിപ്പുറം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ലുലു കളക്ഷൻ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ബദ്രു ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. ലുലു വെഡിംഗ് സെന്ററിന്റെ സഹോദര സ്ഥാപനമായ ലുലു കളക്ഷൻസ് കടമ്പഴിപ്പുറം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ബദ്രു സാദത്ത് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി കടലുണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മുത്തലിമീങ്ങൾക്ക് ആവശ്യമായ ജുബ്ബ, ഷർട്ട് പീസുകൾ, തുണികൾ, തൊപ്പി, ഓയിൽ മുണ്ടുകൾ എന്നിവ ഇവിടെ പ്രത്യേകമായി ലഭ്യമാണ്. സ്ത്രീകൾക്ക് ആവശ്യമായ പർദ്ദകൾ, ഹിജാബുകൾ, ഷാളുകൾ തുടങ്ങിയവയും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. കോഴിക്കോട് എയർപോർട്ട് എയർ ഇന്റലിജൻസ് വിഭാഗം 3 ദിവസങ്ങളിലായി 1,84 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടിച്ചെടുത്തു. 5 വിവിധ കേസുകളിലായിട്ടാണ് സ്വർണം പിടികൂടിയത്. ഡെപ്യൂട്ടി കമ്മീഷണർ വാഗീഷ് കുമാർ സിംഗിന്റെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുരേന്ദ്രനാഥിന്റെയും നേതൃത്വത്തിൽ സൂപ്രണ്ടുമാരായ M പ്രകാശ്, KM ജോസ്, സത്യമേന്ദ്ര സിംഗ്, ആശ S, EG ഗണപതി പോറ്റി, ഇൻസ്പെക്ടർമാരായ സുധീർ കുമാർ, യാസിർ അർഫാത്ത്, നരേഷ് G എന്നിവരടങ്ങുന്ന സംഘമാണ് സ്വർണം പിടിച്ചെടുത്തത്. CCN മലപ്പുറം. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച. കുഴിമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ച ചോദ്യപേപ്പറുകളാണ് നഷ്ടപ്പെട്ടത്. ഇതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. വെള്ളിയാഴ്ച നടക്കേണ്ട +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ സ്കൂളിൽ നിന്നും മോഷ്ടിച്ചു. കുഴിമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ച ചോദ്യപേപ്പറുകളാണ് നഷ്ടപ്പെട്ടത്. ഇതിനെ തുടർന്ന് അക്കൗണ്ടൻസി വിത്ത് AFS പരീക്ഷ മാറ്റിവെച്ചു. 30ഓളം ചോദ്യപേപ്പറുകൾ നഷ്ടപ്പെട്ടതായി പോലീസ് പറഞ്ഞു. ഇംഗ്ലീഷ്, എക്കണോമിക്സ് ചോദ്യപേപ്പറുകൾ മോഷ്ടിച്ചതായി സംശയിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. അക്കൗണ്ടൻസിയുടെ ഒരു കെട്ട് ചോദ്യപേപ്പർ നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചതായി അധികൃതർ പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ 1:30ക്കും 3:30ക്കും ഇടയിലാണ് മോഷണം നടന്നത്. ബൈക്കിലെത്തിയ മോഷ്ടാവ് സ്റ്റാഫ് റൂമിന്റെ ചുമരിലൂടെ അകത്തു കയറുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖമറച്ചാണ് മോഷ്ടാവ് എത്തിയത്. 3 മണിക്കൂറോളം മോഷ്ടാവ് അകത്ത് ചിലവഴിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെ അലമാര പൊളിച്ചിട്ടുണ്ടെങ്കിലും പണം മോഷ്ടിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. മോഷണം പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇന്റന്റ് അനുസരിച്ച് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറയാൻ കഴിയുള്ളൂ. പോയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ അവസ്ഥ പോയില്ല എന്നും പോയിട്ടുണ്ടോന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ കവറുകൾ പൊട്ടിച്ചതായിട്ടൊന്നും കാണുന്നില്ല. സേഫ് തുറന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പൈസ ഒന്നും മിസ്സിങ് വന്നിട്ടില്ല. അവർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് മറ്റ് ആളുകളൊക്കെ എത്തി അതിൻ്റെ FIRും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നുള്ളൂ. കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ PM അനിൽ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ K സ്നേഹലത എന്നിവർ സ്കൂൾ സന്ദർശിച്ച് മോഷണത്തെക്കുറിച്ച് ഹയർ സെക്കൻഡറി ഡയറക്ടറിലേക്ക് റിപ്പോർട്ട് നൽകി. CCN മലപ്പുറം. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഫലപ്രഖ്യാപനം നടന്നിട്ടും നാട്ടിലുടനീളം അരോചക കാഴ്ചയായി പ്രചരണ ബോർഡുകളും തോരണങ്ങളും.
തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പൊതുസ്ഥലങ്ങളിൽ നിന്നും ഇവ നീക്കം ചെയ്യണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ നടപ്പാക്കാത്ത അവസ്ഥയാണ് പൊതുയിടങ്ങളിൽ കാണുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പ്രചരണത്തിനായി ഉപയോഗിച്ച തോരണങ്ങളും ബോർഡുകളും മറ്റു അലങ്കാര വസ്തുക്കളും പൊതുസ്ഥലങ്ങളിൽ നിന്നും മറ്റും നീക്കം ചെയ്യണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നടപ്പാക്കാൻ അതതു പാർട്ടികൾ രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. ഓരോ പാർട്ടിയുടെയും അവകാശ ബോർഡുകളും കൊടിത്തോരണങ്ങളും കുറ്റപ്പെടുത്തുന്ന ബാനറുകളെല്ലാം ഇപ്പോഴും വഴിയരികിലും മറ്റു സ്ഥലങ്ങളിലും നോക്കുകുത്തികളായി നിൽക്കുകയാണ്. ചിലത് നശിപ്പിച്ച നിലയിലും കരിയൊഴിച്ച നിലയിലും വഴിയരികിൽ കിടക്കുന്നുണ്ട്. ഭൂമിക്കും നീരൊഴുക്കിനും ദോഷകരമാക്കുന്ന പ്രചരണ സാമഗ്രികൾ ഒട്ടും ബാക്കിയാകാത്ത നിലയിൽ ഉടൻ നീക്കം ചെയ്യാൻ അത് സ്ഥാപിച്ചവർ തന്നെ മുൻപോട്ട് മാതൃക കാണിച്ച് വരേണ്ടതുണ്ട്. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥി KT അഷ്റഫ് വിജയിച്ചു. തുടർച്ചയായി UDF വിജയിക്കുന്ന ഡിവിഷനിൽ നിന്നും 2426 വോട്ടുകൾക്കാണ് KT അഷ്റഫ് വിജയിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച KT അഷ്റഫ് വിജയിച്ചു. തുടർച്ചയായി UDF ജയിച്ചു വരുന്ന ഡിവിഷനിലാണ് KT അഷ്റഫ് വിജയിച്ചത്. UDFിലെ KT അഷ്റഫിന് 34,094 വോട്ടും LDFിലെ അഫ്സൽ പന്തല്ലൂരിന് 31,668 വോട്ടും BJPയിലെ സുനിലിന് 3,484 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഉമറുൽ ഫാറൂഖിന് 1,917 വോട്ടും കിട്ടി. ഇതിൽ UDFിലെ KT അഷ്റഫ് 2,426 വോട്ടുകൾക്ക് ഏലംകുളം ഡിവിഷനിൽ നിന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം കടുത്ത മത്സരമാണ് ഡിവിഷനിൽ നടന്നതെന്ന് വ്യക്തമാക്കുന്നു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ നഗരസഭയിൽ B ടീം ലീഗിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി ചേരിയിൽ മമ്മി. ലീഗിൽ നിന്നും പുറത്താക്കിയ പച്ചേരി ഫാറൂഖിന്റെ നേതൃത്വത്തിലാണ് B ടീം ഇത്തവണ രംഗത്ത് വന്നതെന്നും മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞു. മുസ്ലിം ലീഗിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനാണ് ഇപ്പം നിങ്ങൾക്ക് അറിയേണ്ട മുഖ്യ വിഷയത്തിൽ ഞാൻ പറയുന്നത്. മുസ്ലിം ലീഗിന് ഒരു ക്ഷീണവും ഇവിടെ സംഭവിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് സംഭവിച്ചത് എന്താണ് തെരഞ്ഞെടുപ്പിൽ എന്ന് ഇവിടെ എന്നും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല എല്ലാ കാലങ്ങളിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗിൽ നിന്നൊരു B ടീം CPMൻ്റെ ഒരു B ടീം എന്നും ഇവിടെ പ്രവർത്തിക്കാറുണ്ട്. ആ പ്രവർത്തനം ഇക്കുറിയും ഇവിടെ ശക്തമായിട്ടുണ്ടായി. അതാണ് ലീഗിന് ചില ഭാഗങ്ങളിൽ വന്ന പരാജയത്തിന് മുഖ്യ കാരണമായിട്ടുള്ളത്. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളും 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളൊന്ന് മുഖവിലക്കെടുത്തിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക. പെരിന്തൽമണ്ണ നഗരസഭയിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ CPIMന്റെ B ടീമായി പച്ചേരി ഫാറൂഖ് ഇത്തവണ പ്രവർത്തിച്ചെന്ന് മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി ചേരിയിൽ മമ്മി പറഞ്ഞു. നഗരസഭയിലെ ലീഗിന് അനുവദിച്ച 17 സീറ്റിൽ ഒരു കുടുംബത്തിലെ തന്നെ 6 പേർ മത്സരിക്കാൻ രംഗത്ത് വന്നപ്പോൾ ലീഗ് നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മുനിസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. നഗരസഭാ തിരഞ്ഞെടുപ്പിൽ UDF മുൻപുള്ളതിനേക്കാൾ നില മെച്ചപ്പെടുത്തിയെന്നും മമ്മി പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ എന്നല്ല, കേരളത്തിൽ നിങ്ങൾ എവിടെയും ഒരു തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊന്ന് പരിശോധിച്ച് നോക്കി. ഒരു സ്ഥലത്തും ഒരു വീട്ടിൽ നിന്ന് 8 പേരും 10 പേരും മത്സരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ പെരിന്തൽമണ്ണയിലെ അവസ്ഥ നേരെ മറിച്ചാണ്. എല്ലാ 5 കൊല്ലം കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 6 പേരും 7 പേരും മത്സര രംഗത്തുണ്ടാവും. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. 6 പേരാണ് രംഗത്തുണ്ടായത്. അവരെല്ലാം ലീഗിന് എതിരായിട്ടുള്ളൊരു മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ലീഗിൽ നിന്ന് പുറത്താക്കിയവർ റിബലായിട്ട് മത്സരിച്ചു. അത് ലീഗിൻ്റെ പല ഭാഗങ്ങളിലും കുറച്ച് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ലീഗിൻ്റെ ഒരു സംഭവവും ഇവിടെ ലീഗിന് കാര്യമായിട്ട് വീഴ്ച സംഭവിച്ചിട്ടില്ല. പ്രവർത്തനം വളരെ ഉചിതമായിരുന്നു. വളരെ നല്ല നിലയിലൊരു പ്രവർത്തനം ലീഗിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ തൃപ്തികരം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ B ടീമിൻ്റെ പ്രവർത്തനം അവർ എന്നും എല്ലാ കാലത്തും ലീഗിനെതിരായിട്ട് CPMന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത അവിടെ നിലനിൽക്കുന്നുണ്ട്. CPIM പണമൊഴുക്കിയാണ് UDF വാർഡുകളിൽ വിജയിച്ചതെന്ന് മമ്മി ആരോപിച്ചു. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നീവ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നവീകരിച്ച ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. 3 നിലകളിലായി അത്യാധുനിക ഷോപ്പിംഗ് സൗകര്യങ്ങളോടെയാണ് ഉപഭോക്താക്കൾക്കായി ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്.
വള്ളുവനാടിന്റെ സ്വർണ്ണവർണ്ണങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നിവ ഗോൾഡൻ ഡയമണ്ട്സിൽ 10ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി നവീകരിച്ച ഷോറൂം നാടിനായി സമർപ്പിച്ചു. 3 നിലകളിലായി അത്യാധുനിക ഷോപ്പിംഗ് സൗകര്യങ്ങളും മികച്ച കളക്ഷനുമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളും നിവ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള സൗകര്യവും ആഘോഷങ്ങളുടെ ഭാഗമായി നിവ ഗോൾഡൻ ഡയമണ്ട്സിൽ ലഭ്യമാണ്. CCN പെരിന്തൽമണ്ണ. കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ റോഡിലെ VS കോംപ്ലക്സിൽ ടോട്ടൽ ടൂൾസിന്റെ 9ാമത് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ ഇനി 20 സ്റ്റോറുകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും ടോട്ടൽ ടൂൾസ് റീജിയണൽ ഹെഡ് നവീൻ പറഞ്ഞു. കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ റോഡിലെ VS കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ടോട്ടൽ ടൂൾസിന്റെ 9ാമത്തെ ഷോറൂമാണിത്. 20 സ്റ്റോറുകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും ടോട്ടൽ ടൂൾസിന്റെ റീജിയണൽ ഹെഡ് നവീൻ പറഞ്ഞു. ഈ മിസ്റ്റർ ലൈറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഷോറൂമിൽ എനി പ്രോഡക്റ്റ് എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ്. ഒരു കസ്റ്റമർക്ക് ടച്ച് ഫീൽ എക്സ്പീരിയൻസ് ചെയ്ത് അത് പറഞ്ഞു കൊടുക്കാനുള്ള എക്സ്പീരിയൻസ് സ്റ്റാഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് മേടിക്കാം. അതും ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ, അതായത് ഒരു എയർ കണ്ടീഷൻ ഷോറൂമിലാണ് ഇതെല്ലാം ഉള്ളത്. ഇതിൻ്റെ USP എന്ന് പറഞ്ഞാൽ അതാണ് മെയിനായിട്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്വാളിറ്റിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ബാക്കി ഏത് ഇൻ്റർനാഷണൽ ബ്രാൻഡ് കമ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ ക്വാളിറ്റി ഫാർ ബെറ്റർ ദാൻ ബാക്കിയുള്ള ബ്രാൻഡിനേക്കാളും ഉണ്ടാവും. മാത്രമല്ല പ്രൈസ് നോക്കുമ്പോൾ ഒരു ഇന്ത്യൻ കസ്റ്റമറിന് പറ്റുന്ന അഫോർഡബിൾ ദ ബെസ്റ്റ് റേറ്റ് അറ്റ് ദ ക്വാളിറ്റി, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള USP. ഇപ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞ ഇതിൽ വന്ന ഈ പർട്ടിക്കുലർ സന്ദർഭത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ കസ്റ്റമേഴ്സിന് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഇടവായിട്ടൊരു എന്താ പറയുന്ന ഒരു ദിസ് എ പ്ലേസ് ഇൻ വിച്ച് ദേ ക്യാൻ ഫൈൻഡ് ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ്, ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മിസ്റ്റർ ലൈറ്റ് ടോട്ടലിന് ഇപ്പോൾ 14 സൈസ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ 14 സൈസ് കാറ്റഗറിയിൽ ഏകദേശം ഒരു 1500 പരം പ്രോഡക്റ്റുകളുണ്ട്. ഈ പ്രോഡക്റ്റുകളെല്ലാം അവൈലബിൾ ആവുകയും ഇതിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സെയിൽസ് ടീം ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു സ്റ്റോറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MLA P. ഉണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. P. അരവിന്ദാക്ഷൻ, ബ്ലോക്ക് മെമ്പർ P. സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മൊയ്തീൻകുട്ടി, വാർഡ് മെമ്പർ അനീഷ്, C. ഹരിദാസൻ, റീജിയണൽ ഹെഡ് നവീൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.
വിജയൻ കടമ്പഴിപ്പുറം. അത്രേ ഉള്ളൂ കേട്ടോ. മഞ്ചേരി നഗരസഭ അടുത്ത 5 വർഷവും UDF ഭരിക്കും. സിറ്റിംഗ് സീറ്റുകളിൽ അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടായിട്ടും 28 സീറ്റുകളാണ് UDF നേടിയത്. 20 സീറ്റുകൾ നേടി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച LDF കൂടുതൽ കരുത്തുമായി പ്രതിപക്ഷത്ത് തുടരും. മാസങ്ങൾ നീണ്ട തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒടുവിൽ ശുഭപര്യവസാനമായതോടെ അടുത്ത 5 വർഷവും മഞ്ചേരി നഗരസഭ UDF ഭരിക്കും. സ്വതന്ത്രതന്ത്രം പയറ്റിയും ചിട്ടയായ മുന്നൊരുക്കം നടത്തിയും മികച്ച മുന്നേറ്റം നേടിയ LDF 12-ൽ നിന്ന് 20-ലേക്ക് സീറ്റ് നില ഉയർത്തി. UDFന്റെ പല കോട്ടകളിലും സിറ്റിംഗ് സീറ്റുകളിലും LDFനായെങ്കിലും അധികാരം പിടിച്ചെടുക്കാനുള്ള ശക്തിയായി മാറാൻ മഞ്ചേരിയിൽ ഇടതുമുന്നണിക്ക് കഴിഞ്ഞില്ല. UDF വിമതനായി നെല്ലിക്കുത്ത് LP സ്കൂൾ വാർഡിൽ നിന്ന് മത്സരിച്ച MP സിദ്ദീഖ് 29 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അട്ടിമറി വിജയം നേടിയതും ലീഗിന്റെ കുത്തക വാർഡായ ഉള്ളാടം കുന്നിൽ നിന്ന് 25 വോട്ടിന് SDPI സ്ഥാനാർത്ഥി മുജീബ് റഹ്മാൻ വിജയിച്ചതും ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചു. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്ന രാമൻകുളം, നെറുകര, ചാലുംകുളം, പുല്ലഞ്ചേരി, പുന്നക്കുഴി, ചെട്ടിയങ്ങാടി എന്നിവിടെയും കോൺഗ്രസിന്റെ തടത്തിക്കുഴി, അമ്പലപ്പടി, തടത്തിപ്പറമ്പ് വാർഡുകളിലും LDF പിടിച്ചടക്കി. ചരണി, നെല്ലിപ്പറമ്പ്, മാരിയാട് വാർഡുകൾ ഇത്തവണ UDF തിരിച്ചുപിടിച്ചു. 28 സീറ്റുണ്ടായിരുന്ന മുസ്ലിം ലീഗിന് ഇത്തവണ 24 സീറ്റുകളാണ് നേടാനായത്. കോൺഗ്രസ് 7-ൽ നിന്ന് 5-ലേക്ക് ചുരുങ്ങി. BJP കഴിഞ്ഞ തവണ ആദ്യമായി അക്കൗണ്ട് തുറന്ന മേലാക്കം വാർഡ് ഇത്തവണ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ബീന ജോസഫ് തിരിച്ചുപിടിച്ചു. ചരണിയിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ കാക്കേങ്ങൽ അഷ്റഫിനാണ് മഞ്ചേരി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത്. 1019 വോട്ട് നേടിയ കാക്കേങ്ങൽ അഷ്റഫ് 720 വോട്ട് ഭൂരിപക്ഷം കരസ്ഥമാക്കി. 11 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മാരിയാടിലെ UDF സ്ഥാനാർത്ഥി ജസ്ന ബി ആലിക്കലാണ് നഗരസഭയിലെ കുറഞ്ഞ ഭൂരിപക്ഷമുള്ളത്. CCN മഞ്ചേരി. ചളവറ പഞ്ചായത്തിൽ 12 സീറ്റ് നേടി LDF തുടർഭരണം നിലനിർത്തി. കഴിഞ്ഞ തവണ 10 സീറ്റാണ് LDF നേടിയിരുന്നത്. ചളവറ പഞ്ചായത്തിൽ 12 സീറ്റ് നേടി LDF തുടർഭരണം ഉറപ്പാക്കി. കഴിഞ്ഞ തവണ 10 സീറ്റാണ് LDF നേടിയിരുന്നത്. കഴിഞ്ഞ തവണ 4 സീറ്റ് നേടിയിരുന്ന UDFന് ഇത്തവണ അത് 3 സീറ്റായി കുറഞ്ഞു. 2015-ൽ 1 സീറ്റുണ്ടായിരുന്ന BJPക്ക് ഇത്തവണ സീറ്റുകളൊന്നും ലഭിച്ചില്ല. ചളവറ പഞ്ചായത്ത് LDF ആണ് ഇതുവരെ ഭരിച്ചിട്ടുള്ളത്. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭയിൽ 3 വാർഡിൽ സ്ഥാനാർത്ഥികൾ ജയിച്ചത് ചെറിയ വോട്ട് വ്യത്യാസത്തിൽ. കോലോത്തുപറമ്പ് വാർഡിൽ നടന്ന ശക്തമായ മത്സരത്തിൽ LDFന്റെ K അബ്ദുൽ നാസർ വിജയിച്ചതും നഗരസഭയിലെ പ്രധാന വിജയങ്ങളാണ്. ഒറ്റപ്പാലം നഗരസഭയിൽ 3 വാർഡിൽ സ്ഥാനാർത്ഥികൾ ജയിച്ചത് ചെറിയ വോട്ട് വ്യത്യാസത്തിൽ. ഒറ്റപ്പാലം 10-ാം വാർഡ് പുളിങ്കുണ്ടിൽ 3 വോട്ടിന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ആമിന സമീറും 6-ാം വാർഡ് അരീക്കപ്പാടത്ത് 5 വോട്ട് ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി P കല്യാണിയും 30-ാം വാർഡായ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വാർഡിൽ UDF സ്ഥാനാർത്ഥി ഗീത സത്യൻ 6 വോട്ടിനുമാണ് ജയിച്ചത്. കോലോത്തുപറമ്പ് വാർഡിൽ നടന്ന ശക്തമായ മത്സരത്തിൽ LDFന്റെ K അബ്ദുൽ നാസർ വിജയിച്ചതും നഗരസഭകളിലെ പ്രധാന വിജയങ്ങളാണ്. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് വീണ്ടും ഗംഗാധരൻ. ജനങ്ങൾ അംഗീകരിച്ച് സ്വന്തം തട്ടകത്തിൽ നിന്നും 5-ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട ഗംഗാധരനെ കുറിച്ചാണ് ഇനി വാർത്തയിൽ. നഗരസഭയായ കാലം തൊട്ട് ഒറ്റപ്പാലത്തിന്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ് S ഗംഗാധരൻ. 2020 ചിനക്കത്തൂർക്കാവിൽ നിന്നും BJPക്കായി 91 വോട്ട് ഭൂരിപക്ഷത്തിലാണ് S ഗംഗാധരൻ വിജയിച്ചത്. 4 വാർഡുകളിലായി തുടർച്ചയായി 6 തവണ മത്സരിച്ചു. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥിയായി. ഇത്തവണയുൾപ്പെടെ 5 തവണയും വിജയം. ഇത്തവണ വിജയിച്ചത് ചിനക്കത്തൂർക്കാവ് വാർഡിൽ 91 വോട്ടിന്. മത്സരിച്ച വാർഡുകളിൽ മിക്കതും പിടിച്ചെടുത്താണ് വിജയങ്ങൾ. നഗരസഭയായ ശേഷം ആദ്യമായി നടന്ന 1995-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആപ്പേപ്പുറം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സര പരമ്പരകളുടെ തുടക്കം. കന്നിയങ്കത്തിൽ തോൽവിയുടെ രുചി അറിഞ്ഞു. 2000-ൽ പാലപ്പുറം തെരുവ് വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആദ്യ വിജയം. 2005-ൽ BJP സ്വതന്ത്രനായി വീണ്ടുമുള്ള മത്സരത്തിലും ജയം. 2010-ൽ പെരുങ്കുളം വാർഡിൽ നിന്ന് BJPയിൽ നിന്ന് തന്നെ പോരാട്ടത്തിനിറങ്ങി വിജയം നേടി. 2015-ൽ വീണ്ടും കന്നിയങ്കത്തിൽ തോറ്റ ആപ്പേപ്പുറത്തു നിന്ന് തന്നെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. ഒടുവിൽ 2020 ചിനക്കത്തൂർക്കാവിൽ നിന്നും BJPക്കായി 91 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിയുക്ത കൗൺസിലറാണ് S ഗംഗാധരൻ. ത്രികോണ മത്സരം നടന്ന വാർഡിൽ ഗംഗാധരൻ 317 വോട്ട് നേടിയപ്പോൾ UDFന്റെ CK അശോക് കുമാർ 226 വോട്ടും LDFന്റെ V സോമസുന്ദരൻ 206 വോട്ടും നേടി.
20 വർഷം കൗൺസിലറായ ഗംഗാധരൻ ഇനിയുള്ള 5 വർഷവും ഒറ്റപ്പാലം നഗരസഭയുടെ അകത്തളങ്ങളിലുണ്ടാകും. ജനങ്ങളെ സേവിക്കാൻ വീണ്ടും അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഗംഗാധരൻ പറഞ്ഞു. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭയിൽ 28-ാം വാർഡിൽ നിന്ന് രൂപ ഉണ്ണിയും അമ്പലപ്പാറ പഞ്ചായത്തിലെ കടമ്പൂർ വാർഡിൽ നിന്ന് എ വിജയതയുമാണ് 2ാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ടത്. CPM സ്വതന്ത്ര മുന്നണി സ്ഥാനാർത്ഥിയായ രൂപ ഉണ്ണിക്ക് മുന്നണിയിൽ നിന്നും മാറി സ്വതന്ത്രനായി മത്സരിച്ച മുരളിയായിരുന്നു എതിരാളി. ഓരോ സ്നേഹം എനിക്ക് എന്താ പറയേണ്ടത് ഈ സമയത്ത് സത്യം പറയാൻ അറിയില്ല. ഈ ദിവസം വരയ്ക്കും ഇലക്ഷൻ്റെ തലേ ദിവസം ആയിക്കോട്ടെ, ഇന്നലെ ആയിക്കോട്ടെ, ഈ നേരം ആയിക്കോട്ടെ, എന്നെ വാർഡിൽ നിന്ന് ഓരോ ആൾക്കാർ വിളിച്ചിട്ടും എനിക്ക് കോൺഫിഡൻസ് കൂട്ടുകയായിരുന്നു. രൂപയെ നീ ജയിക്കും, രൂപയെ നമ്മളെ ജയിക്കുള്ളൂ, രൂപ ചേച്ചി നമ്മളെ ജയിക്കുള്ളൂ, മോളെ നമ്മളെ ജയിക്കുള്ളൂ. പലരും എന്നെ വിളിച്ചിട്ട് തലേ ദിവസം ആയിക്കോട്ടെ, ഇന്നലെ ആയിക്കോട്ടെ, ഇന്നായിക്കോട്ടെ എന്നെ വിളിച്ച് ഇങ്ങനെ അഭിനന്ദിക്കുമ്പോഴും ഞാൻ ഡെഡ്ലായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഓരോ പോസിറ്റീവായ അവരുടെ എനർജിയാണ് എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാനും ഇതിനും അവരോട് എനിക്ക് എന്ത് പറയണം, എങ്ങനെ അവരോട് നന്ദി പറയണം എന്ന് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അറിയണില്ല. അത്രയും എൻ്റെ വാർഡിലെ ഓരോ വോട്ടർമാരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി സഖ്യം UDFന് നേട്ടം. പെരിന്തൽമണ്ണ മങ്കട മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം UDFന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. കൂട്ടിലങ്ങാടി, മങ്കട, അങ്ങാടിപ്പുറം, മക്കരപ്പറമ്പ്, പുഴക്കാട്ടിരി പഞ്ചായത്തുകളിലാണ് വെൽഫെയർ പാർട്ടി UDF സഖ്യം രൂപപ്പെട്ടത്. കഴിഞ്ഞ തവണ LDFന്റെ കൈവശമുള്ള കൂട്ടിലങ്ങാടി, മങ്കട, അങ്ങാടിപ്പുറം, പുഴക്കാട്ടിരി പഞ്ചായത്തുകൾ UDFന് ലഭിക്കുന്നതിന് നീക്കുപോക്ക് കാരണമായി. കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ 2015-ൽ LDFന് 10ാം വാർഡും UDFന് 9ാം വാർഡുമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 19 വാർഡിൽ 14 വാർഡ് നേടി UDF ഭരണം പിടിച്ചെടുത്തു. വെൽഫെയർ പാർട്ടി 3 സീറ്റിൽ വിജയിച്ചു. 50 വർഷമായി LDFന്റെ കുത്തകയായിരുന്ന പടിഞ്ഞാറ്റുമുറി 2ാം വാർഡിൽ അട്ടിമറി വിജയമാണ് വെൽഫെയർ പാർട്ടി നേടിയത്. മങ്കട പഞ്ചായത്തിൽ 3-ൽ 2 വാർഡുകൾ നേടി UDF നേട്ടം കൊയ്തു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് 23 വാർഡുകളിൽ 13 വാർഡുകൾ നേടിയാണ് വിജയിച്ചത്. പുഴക്കാട്ടിരിയിൽ വൻ നേട്ടമാണ് UDFനുണ്ടായത്. കുറുവ പഞ്ചായത്തിൽ UDF വെൽഫെയർ പാർട്ടി നിലവിൽ വരാതിരുന്നത് UDFന് പരിക്ക് പറ്റി. 10 സീറ്റ് UDFനും 10 സീറ്റ് LDFും നേടി സമനില പാലിച്ചു. വെൽഫെയർ പാർട്ടി മത്സരിച്ച 3 വാർഡുകളിൽ LDF ആണ് വിജയിച്ചത്. വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ച വോട്ടുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ UDFന് ഭരണം. പട്ടാമ്പി നഗരസഭയിൽ LDFന് പിന്തുണ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് V4 മുന്നണി നേതാവ് TP ഷാജി. കോൺഗ്രസ് നേതാക്കളുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് നഗരസഭയിലെ വിജയമെന്നും TP ഷാജി പ്രതികരിച്ചു. പട്ടാമ്പി നഗരസഭയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചതാണ്. അത് സംഭവിച്ചു. LDFന് പിന്തുണ നൽകാനാണ് V4 മുന്നണി നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ V4 മുന്നണി പിന്തുണയ്ക്കും. ഉപാധികളില്ലാത്ത പിന്തുണയാണ് നൽകുകയെന്നും TP ഷാജി പറഞ്ഞു. നഗരസഭയിലെ UDFന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദികൾ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠനും KPCC വൈസ് പ്രസിഡന്റ് CP മുഹമ്മദുമാണെന്നും TP ഷാജി പറഞ്ഞു. എന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ നേരത്തെ പുറത്താക്കിയതാണ്. പിന്നീട് എന്നെ പാർട്ടി തിരിച്ചെടുത്തു. പാർട്ടി തിരിച്ചെടുത്തതിന് ശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് സുധാകരൻ MP അവർകൾ, പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടൊക്കെ ഞങ്ങൾ ചർച്ച നടത്തിയതാണ്. അപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ തീർച്ചയായും അർഹതപ്പെട്ട ഒരു അംഗീകാരം ഞങ്ങൾക്ക് നൽകുമെന്ന് നേതാക്കളൊക്കെ തന്നെ ഞങ്ങളോട് ഉറപ്പ് നൽകിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മത്സരിക്കാനും തീരുമാനിച്ചത്. എന്നാൽ മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകർക്ക് കൂടി സീറ്റ് നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ VK ശ്രീകണ്ഠൻ MPക്കും അതുപോലെ തന്നെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായ CP മുഹമ്മദും തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. കഴിഞ്ഞ തവണ 6 സീറ്റിൽ ഒതുങ്ങിയ CPM ഇത്തവണ 10 സീറ്റുകളാണ് നേടിയത്. V4 മുന്നണി 6 സീറ്റുകളും നേടി. UDFന് ഇത്തവണ നഗരസഭയിൽ 11 സീറ്റുകളാണ് ലഭിച്ചത്. NDA 1 സീറ്റിലും ഒതുങ്ങി. CCN പട്ടാമ്പി. വിളയൂർ പഞ്ചായത്തിൽ ഇത്തവണയും ഇടതുപക്ഷം തന്നെ. കഴിഞ്ഞ 40 വർഷമായി ഇടതുപക്ഷം തുടർച്ചയായി ഭരണം നടത്തുന്ന പഞ്ചായത്താണ് വിളയൂർ. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിൽ 11ഇടങ്ങളിൽ വിജയം നേടിയാണ് LDF ഭരണ തുടർച്ച നിലനിർത്തിയിരിക്കുന്നത്. 4 വാർഡുകളിലാണ് UDFന് വിജയിക്കാനായുള്ളൂ. കഴിഞ്ഞ തവണ 8-7 എന്നതായിരുന്നു വിളയൂർ പഞ്ചായത്തിലെ കക്ഷി നില. എന്നാൽ UDFിലെ 7 സീറ്റുകളിൽ നിന്ന് 3 സീറ്റുകൾ കൂടി LDF പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ 1ാം വാർഡിലെ വിജയത്തോടെ
LDF വിളിയൂരിൽ ഭരണത്തുടർച്ചയുടെ വെന്നിക്കൊടി പാറിക്കുകയായിരുന്നു. 1 മുതൽ 6 വരെയുള്ള വാർഡുകളിൽ LDF യാതൊരു ഭീഷണിയുമില്ലാതെയാണ് മുന്നോട്ട് പോയത്. 7ാം വാർഡിലാണ് UDF സ്ഥാനാർത്ഥി വിജയം കൈവരിച്ചത്. 7, 8, 9, 11 വാർഡുകളിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയം നേടിയത്. 1ാം വാർഡിൽ LDFിലെ K സജിതയും 2ാം വാർഡിൽ LDFിലെ SP ആമിനയും 3ാം വാർഡിൽ LDFിലെ ഫബിന ടീച്ചറും വിജയിച്ചു. 4ാം വാർഡിൽ LDFിലെ PK സിന്ധുവും 5ാം വാർഡിൽ LDFിലെ MK ബേബി ഗിരിജയും 6ാം വാർഡിൽ LDFിലെ KP നൗഫലും 7ാം വാർഡിൽ UDFിലെ ചൈതന്യ സുധീറുമാണ് വിജയിച്ചത്. 8ാം വാർഡിൽ നിലവിലെ സ്ഥിരസമിതി അധ്യക്ഷൻ കൂടിയായിരുന്ന കോൺഗ്രസിലെ നീലടി സുധാകരനാണ് വിജയം. ഇവിടെ CPMന്റെ ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്ന KV ഗംഗാധരനാണ് LDFിന് വേണ്ടി മത്സരിച്ചിരുന്നത്. CPM നിന്നും പുറത്താക്കിയ NP ഷാഹുൽ ഹമീദും ഈ വാർഡിൽ മത്സരിച്ചിരുന്നു. ഷാഹുൽ ഹമീദ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 9ാം വാർഡിൽ കോൺഗ്രസിലെ CP ഷംസുദ്ദീനാണ് വിജയിച്ചത്. 10ാം വാർഡിൽ LDFിലെ T ഷാജി വിജയം കരസ്ഥമാക്കി. നിലവിലെ മെമ്പറായിരുന്ന മുസ്ലിം ലീഗിലെ ഹുസൈൻ കണ്ടേങ്കാവായിരുന്നു എതിരാളി. 11ാം വാർഡിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി മുബഷിറ സാബിറാണ് വിജയിച്ചത്. 12ാം വാർഡിൽ LDFിലെ രാജൻ പുന്നശ്ശേരിയും 13ാം വാർഡിൽ നിലവിലെ സ്ഥിരസമിതി അധ്യക്ഷനായിരുന്ന LDFിലെ AK ഉണ്ണികൃഷ്ണനും വിജയിച്ചു. 14ാം വാർഡിൽ LDFിലെ രാജി മണികണ്ഠനും 15ാം വാർഡിൽ LDFിലെ മുജീബ് കരുവാൻകുടിയാണ് വിജയിച്ചത്. വിളിയൂർ പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ K മുരളി പ്രതികരിച്ചു. വലിയ തോതിലുള്ള പണച്ചാക്കുകളും മതവർഗീയതയും ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള അട്ടിമറി ശ്രമമാണ് വിളയൂർ നടന്നത്. ആ അട്ടിമറി ശ്രമത്തെയാണ് സഖാവ് സൈതാലിക്കുട്ടിയുടെ രക്തം കൊണ്ട് ചുവന്ന ആ മണ്ണിൽ പടപൊരുതി ഞങ്ങളെ പടയാളികൾ വലിയ വിജയം കൊയ്തെടുത്തിട്ടുള്ളത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.